സിനിമയിൽ അഭിനയിക്കാൻ ഈ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ റേഷൻ എമൗണ്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ കൈ വിറയ്ക്കുകയും പരിപാടി കഴിക്കുന്നുണ്ട്. രാവിലെ പോയി 2 ഇഡ്ഡലി കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് 3 ഇഡ്ഡലി കഴിക്കും. രാത്രിയും ഭക്ഷണം കഴിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് 2 ഇഡ്ഡലി അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു സിനിമ നടനാവണം, നിറം വരണമെന്ന് പറഞ്ഞിട്ട് 50 വയസ്സായിട്ട് ഒരു സാത്തുക്കുടി ജ്യൂസ് കുടിക്കും, മൊസംബി ജ്യൂസ്. അത്രയാണ് ജീവിതം. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഇഡ്ഡലി എന്നാൽ ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. വേറെ അഹങ്കാരമല്ല, ഒരു ജന്മത്തിൽ തിന്നേണ്ട ഇഡ്ഡലിയുടെ കോട്ട തീർന്നു എൻ്റെ ആ ചാൻസ് അന്വേഷിച്ച് നടന്ന സമയത്ത്. പിന്നെ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പം സിനിമയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. നസീർ സാർ അങ്ങനെയുള്ളവർക്കൊക്കെ ചിക്കൻ, ഫിഷ് ഫ്രൈ ഒക്കെ, എൻ്റെ തൊട്ട് താഴെയുള്ളവർക്കൊക്കെ ബീഫോ അല്ലെങ്കിൽ മത്തി അങ്ങനെയുള്ള എന്നെ പോലെയുള്ളവർക്കൊക്കെ. എനിക്ക് ഏറ്റവും സങ്കടം വരുന്നത് യൂണിറ്റുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പൊട്ടലെന്ന് പറയും, പൊതി. ഒന്നുകിൽ തൈര് സാദം, അല്ലെങ്കിൽ പുളിയോദര, അല്ലെങ്കിൽ എന്താ പറയുക ടൊമാറ്റോ റൈസ്, ഇങ്ങനെ പൊതി കൊടുക്കും. അവരിരുന്ന് താഴെ പിച്ചക്കാർ വഴി കഴിക്കുന്ന സങ്കടം. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പടമെടുത്താൽ ഹീറോ എന്ത് കഴിക്കുന്നു അത് തന്നെയായിരിക്കും ഏറ്റവും താഴെയുള്ള ആൾ വരെ കഴിക്കുന്നത്. അത് കണ്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അത് ഫോളോ ചെയ്ത് എല്ലാവരും ഇപ്പോൾ സെറ്റിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഈവനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. അനന്തപുരത്ത് എന്നുള്ള പടത്തിൻ്റെ സമയത്ത് ഞാൻ പുതുമയെ കൊണ്ടുവന്നു. അഭിനയത്തിൽ പുതുമ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഊണ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു കപ്പലിൻ്റെ മിഠായി. ഇപ്പൊ എല്ലാ സെറ്റിൽ ചെന്നാലും ഊണ് കഴിഞ്ഞാൽ കപ്പലിൻ്റെ മിഠായി ഉണ്ട്. ഇപ്പൊ കിട്ടും, എല്ലായിടത്തും കിട്ടും. ചന്ദ്ര ഹോട്ടലല്ലേ ഭക്ഷണം? ചന്ദ്രഭവൻ ഹോട്ടലിൽ നിന്നാണ് ഈ പറഞ്ഞ അക്കൗണ്ടുള്ള എനിക്ക് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഭയങ്കര ചട്ടമ്പിയും കാര്യങ്ങളുമാണ്, പൈസ കൊടുക്കാതെ ഉപദ്രവിക്കുന്നത് കേട്ടു. പക്ഷേ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഞാൻ അവസാനം ഒരു 10-30 രൂപ എന്തോ കൊടുക്കാനുണ്ടായിരുന്നു മദ്രാസിൽ മുങ്ങിയ സമയത്ത്. പിന്നെ ഞാൻ മണിയമ്പിള്ളയെ കഴിഞ്ഞ് ഈ പാങ്കരോവിലൊക്കെ താമസിച്ച സമയത്ത് ഒരു ദിവസം മുറി തട്ടുന്നപ്പോൾ ചന്ദ്രഭവൻ്റെ മുതലാളിക്കുന്നത് ഞാൻ പേടിച്ചു. അതല്ല, ഞാൻ പൈസ വയ്ക്കാൻ വന്നൊന്നുമില്ല. ഈ പേപ്പറിലൊക്കെ പരസ്യത്തിലൊക്കെ തൻ്റെ തല കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ലാതെ തൻ്റെ കയ്യിൽ നിന്ന് 33 രൂപ പിടിച്ചു വാങ്ങിയാൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഇഡലിയാണ് എന്നൊക്കെ പറയും. അതായത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ രാജുവേട്ടൻ ആരെങ്കിലും വഴക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് വിശന്നിട്ടായിരിക്കുന്നു. വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ രക്ഷ. രാവിലെ 7:30 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകും അല്ലേ? 8 മണി അല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 2020 മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ട്. 12:30 ഒക്കെ ആകുമ്പം ജോഷി സാറ് പറയും ഡയറക്റ്റ്, അവൻ രാജു പോയി കഴിച്ചിട്ടിട്ട് നീയൊക്കെ വെയിറ്റ് ചെയ്യാം, അവന് ഫുഡ് കഴിച്ചില്ലേ കൈ പറയില്ലേ 12 അവന് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിനിമയിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ പറയും, നിങ്ങൾ ഈ ഷൂട്ടിങ് 2 മണി വരെ കൊണ്ടുപോകുന്നില്ല, അത് ശരിയാണ്. നിങ്ങൾ ഷോട്ട് എടുക്കണമെന്ന് എൻ്റെ സ്വന്തം പടക്കത്തില്ല, പക്ഷെ 1 മണിക്ക് ബ്രേക്ക് ചെയ്യണം, എല്ലാവരും ഭക്ഷണം കഴിക്കണം കൃത്യസമയത്ത്. എല്ലാവർക്കും എന്താ പറയുക, നമ്മളെല്ലാം കിടന്ന് അധ്വാനിക്കുന്നത് തന്നെ. ചിലരുണ്ട് കാശും കിട്ടിയിട്ട് ആർക്കും കൊടുക്കത്തില്ല, നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കത്തില്ല, അല്ലേ?